ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് അല്പം മധുരമായാലോ? ഇപ്പം തണുപ്പിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ക്യാരറ്റിൻ്റെയൊക്കെ ഇറങ്ങുന്ന ഒരു സീസണാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാമെന്നാണ്. ഇത് ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾക്ക് ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കുവാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ക്യാരറ്റിൻ്റെ ഹൽവ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ക്യാരറ്റ് അല്ല, ഒരു റെഡ് കളറിലെ ക്യാരറ്റ് ഹൽവയൊക്കെ ഉപയോഗിക്കുന്ന ക്യാരറ്റാണിത്. അപ്പോൾ ഈ ഒരു സമയത്താണ്, ഈ തണുപ്പിൻ്റെയൊക്കെ സമയത്താണ് ഈ ഒരു ക്യാരറ്റ് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഇതാണ് കൂടുതൽ നല്ലത്. ഇതില്ല എങ്കിൽ നമ്മുടെ ഓറഞ്ച് കളറിലുള്ള സാധാരണ ക്യാരറ്റ് കൊണ്ട് വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പം ഞാനിവിടെ എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ മുഴുവൻ ക്യാരറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കിസ്മിസ് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതുപോലെ കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആ നെയ്യിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾക്ക് ഒരു 4 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ നെയ്യിൽ കിടന്ന് നന്നായിട്ട് ക്യാരറ്റ് വഴറ്റിയെടുക്കണം. ഒരു 4-5 മിനിറ്റ് സമയം നമ്മൾക്ക് ഈ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ ഒരു 4-5 മിനിറ്റ് സമയം ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടുന്നത് ഷുഗറാണ്. ഞാനൊരു 125 ml കപ്പിൽ ഒരു 1/2 കപ്പ് ഷുഗർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ആദ്യം ഷുഗർ ചേർക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഷുഗർ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ആ ഷുഗറെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതും കുറച്ചേറെ സമയം നന്നായിട്ട് ഷുഗറുമായിട്ട് ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇങ്ങനെ തുറന്ന പാനിൽ വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ, ടേസ്റ്റ് ഇതിനായിരിക്കും കൂടുതൽ. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പാൽ വേണം. ഞാനിവിടെ
250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു അര കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഒരു 125 ml കപ്പിൽ പാൽ. അപ്പം അത് ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കത് ക്യാരറ്റുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ പാലെല്ലാം നന്നായിട്ട് കുറുകി പാലെല്ലാം വറ്റി നന്നായിട്ട് കുറുകി വരണം. അതുവരേക്കും നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ആ പാലിൽ കിടന്ന് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾക്ക് ഇത് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ പാലെല്ലാം നന്നായിട്ട് വറ്റി നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് ഒരു കുറുകിയ പരുവത്തിന് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് അതുപോലെ കിസ്മിസ് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്, അതുപോലെ ആദ്യം ഒരു അര കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട്. നല്ല മധുരമുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പം നിങ്ങൾ അതനുസരിച്ച് ചേർക്കുക. ഇപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല എങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടി കൊടുത്താൽ മതിയാവും. അല്ല, കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് അതനുസരിച്ച് കുറയ്ക്കുക. ഇപ്പം നമ്മളുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടേണ്ടത്. ഇത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. ഇപ്പം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അല്ല, പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴും ഒന്നും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഓർക്കുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.